afternoon, children. Now we are moving on to our third lesson. This is lesson 3. सदा मित्र की मदद करो. So कठिन शब्द होशियार, स्कूल, अध्यापिका, तबादला, शिकायत, व्यवहार, वार्षिक, परीक्षा, नज़दीक, उम्मीद, डॉक्टर, परिणाम. സോ ഈ സ്റ്റോറിയിൽ രാഹുൽ മോഹൻ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്. ആ കുട്ടി നല്ലോണം പഠിക്കണ കുട്ടിയൊക്കെയാണ്. പക്ഷേ ടൗണിലൊരു സ്കൂളിൽ നല്ലൊരു സ്കൂളിൽ പഠിക്കുകയാണ്. പക്ഷെ അവൻ പണക്കാരനാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്കൊരു അഹങ്കാരമുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ ആരുമായിട്ട് അവനവൻ്റെ സാധനങ്ങളൊന്നും ഷെയർ ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ ക്ലാസ്സിൽ സുനിൽ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ കുട്ടി വരികയാണ്. ആ കുട്ടിയുടെ അച്ഛന് ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ് അവർ ഈ ടൗണിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ സുനിലിനെ ഈ സ്കൂളിൽ ചേർത്തി. അപ്പോൾ സുനിൽ മോഹൻ പഠിക്കുന്ന ക്ലാസ്സിലേക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ ടീച്ചർ പറഞ്ഞു മോഹൻ്റെ അടുത്ത് സുനിലിനെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മോഹൻ അതൊന്നും കൂട്ടാക്കില്ല. പക്ഷെ സുനിലിൻ്റെ ആണെങ്കിലോ നല്ല ബിഹേവിയറാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും സുനിലിനെ ഇഷ്ടാവും, ബാക്കിയുള്ള കുട്ടികളൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ സുനിൽ എന്ത് ചെയ്യും, മോഹനെ പറ്റിയിട്ട് ടീച്ചറിനോട് കംപ്ലൈൻ്റ് ഒന്നും ചെയ്യാൻ പോവില്ല. ഓക്കെ, അങ്ങനെ ഇരിക്കെ അവരുടെ ആനുവൽ എക്സാം വന്നു. അത് അടുത്തെത്താറായി. ആനുവൽ എക്സാം തുടങ്ങുന്നതിൻ്റെ ഒരു 1 വീക്ക് മുമ്പേ മോഹൻ അസുഖമായി. മോഹൻ പലരോടും ഹെൽപ്പ് ചോദിച്ചു. എന്തൊക്കെ ക്ലാസ്സിലെടുത്തെന്ന് അറിയാനൊക്കെ ഇട്ട്, ഹോംവർക്ക് ഉണ്ടോ, എന്തൊക്കെ എടുത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നു. പക്ഷേ മോഹൻ്റെ ഈ ഒരു സ്വഭാവം കാരണം ആ ക്ലാസ്സിൽ ആരും മോഹനെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായില്ല. പക്ഷേ സുനിൽ എന്ത് വിചാരിച്ചു, ശരി ഞാൻ പോയിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് സുനിൽ മനസ്സിലുറച്ചു. പിറ്റേ ദിവസം സുനിൽ മോഹൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ സുനിലിനെ കണ്ടത് മോഹൻ ആകെ സർപ്രൈസ്ഡായി. കാരണം സുനിൽ വന്നിട്ട് ടീച്ചറെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് മോഹൻ ഹെൽപ്പ് ചെയ്യാതിരുന്നതാണ് അല്ലേ. പക്ഷേ മോഹനൊരാവശ്യം വന്നപ്പോൾ സുനിൽ വന്നു ഹെൽപ്പ് ചെയ്യാൻ. അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം പഠിച്ച് കമ്പൈൻ സ്റ്റഡിയൊക്കെ ചെയ്ത് മോഹനെ കുറേ ഹെൽപ്പ് ചെയ്തു. മിസ് ചെയ്ത കാര്യങ്ങളൊക്കെ സുനിൽ പറഞ്ഞു കൊടുത്തു, ലെസൺസിൻ്റെയൊക്കെ. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു. പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ എന്തായി, രണ്ടുപേരും ഫസ്റ്റ് റാങ്കായി. ഓക്കെ, അപ്പോൾ മോഹൻ സുനിലിനോട് താങ്ക് യു പറഞ്ഞു, ഇങ്ങനെ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തതിന്. അതോടൊപ്പം തന്നെ മോഹൻ എന്ത് ചെയ്തു, സോറിയും പറയാണ്. താൻ ഇങ്ങനെ ചെയ്തതിൽ സോറി പറയാണ് സുനിലിൻ്റെ അടുത്ത്. അപ്പോൾ മോഹൻ പറയണം, നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചാൽ അത് വെറുതെ അല്ല, നമ്മളെയും വേറെ ആരെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായിക്കാൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ, നമ്മുടെ ഫ്രണ്ട്സിനെ സഹായിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യരുത് എന്നാണ് പറയണത്. ഓക്കെ, ഇനി നമുക്ക് ലെസൺ വായിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, സോ സദാ മിത്ര കി മദദ് കരോ. ഇപ്പം നമ്മൾ കഠിൻ ശബ്ദം വായിച്ചു കഴിഞ്ഞു. ഇനി ലെസണിലോട്ട് പോവുകയാണ്. मोहन अमीर घर का बहुत होशियार लड़का था. वह शहर के अच्छे स्कूल में पढ़ता था. उसे अपनी अमीरी पर बहुत घमंड था, इसलिए वह किसी से भी अपनी चीज़ें बांटना पसंद नहीं करता था. एक दिन अध्यापिका एक नए छात्र सुनील को लेकर कक्षा में आई. सुनील के पिताजी का तबादला इसी शहर में हुआ था. अध्यापिका मोहन को उसकी मदद करने के लिए कहकर कक्षा से चली गई. मोहन ने सुनील को कक्षा में कराया गया कार्य बताने से मना कर दिया. सुनील ने अध्यापिका से मोहन की शिकायत नहीं की. उसने जल्दी ही अपने अच्छे व्यवहार से कक्षा के सभी छात्रों को अपना मित्र बना लिया. कक्षा के सभी छात्र सुनील की मदद करने लगे. कोई भी छात्र मोहन से ज़्यादा बात करना पसंद नहीं करता था. वार्षिक परीक्षा नज़दीक थी. कभी
सभी बच्चे परीक्षा की तैयारी में लगे हुए थे। उन्हें उम्मीद थी कि हमेशा की तरह मोहन ही कक्षा में प्रथम आएगा, लेकिन यह क्या, परीक्षा से कुछ दिन पहले ही मोहन बीमार पड़ गया। उसे तेज बुखार हुआ और डॉक्टर ने उसे आराम करने के लिए कह दिया। मोहन ने कक्षा के सभी छात्रों से मदद मांगी ताकि वह घर में बैठकर परीक्षा की तैयारी कर सके, परंतु उसके व्यवहार ने नाराज छात्र उसके घर जाने को तैयार नहीं हुई। वैसे वे भी सभी अपने अपने पढ़ाई में लगे हुए थे। सुनील ने मोहन की मदद करने का निश्चय किया। जब वह मोहन के घर गया तो मोहन सुनील को अपने घर में देखकर हैरान रह गए। मोहन और सुनील ने एक साथ बैठकर वे सारे विषय तैयार कर लिए। सुनील मोहन के साथ पूरा दिन बिताता था। धीरे धीरे मोहन बिल्कुल ठीक हो गया। उसकी सभी परीक्षाएं अच्छी हो गई। परीक्षा परिणाम घोषित हुआ, रिजल्ट अनाउंस जिसे देखकर सभी आश्चर्यचकित हो गए। सुनील और मोहन दोनों के अंक एक जैसे ही थे। दोनों ही प्रथम आए थे। मोहन ने सुनील को धन्यवाद किया। उसने सुनील से माफ़ी भी मांगी। उसे यह समझ में आ गया था कि सबकी सहायता करनी चाहिए। सच ही कहा गया कि किसी की मदद करने से आपको नुकसान नहीं अपितु फायदा ही होता है। ഇനി ഇതിൻ്റെ കുറച്ച് മീനിങ്സ്, ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ മീനിങ്സ് ആണ് നോക്കുന്നത് നമ്മൾ. ഹോഷിയാർ ഇൻ്റലിജൻറ്റ്, തബാദല ട്രാൻസ്ഫർ, വാർഷിക് ആനുവൽ, ഉമ്മീദ് ഹോപ്പ്, നിശ്ചയ ഡിസൈഡ്, हैरान सरप्राइज्ड, परिणाम റിസൾട്ട്, ഘോഷിത് ഡിക്ലെയർഡ്. സോ ലെസൺ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? അപ്പോൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അവരെ ക്ലാസ്സിൽ വന്നിട്ടില്ലെങ്കിൽ അവരേതാ എടുത്തതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് എക്സാമിന് പേപ്പർ കാണിച്ചു കൊടുക്കുക, ആൻസർ പറഞ്ഞു കൊടുക്കുക, അങ്ങനെയല്ല. അവരെ പഠിത്തത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സോ താങ്ക് യു ചിൽഡ്രൻ. ദാറ്റ്സ് ഓൾ ഫോർ യു ടുഡേ. ഇത് നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കൂ, ടെക്സ്റ്റ് ബുക്ക് ഒപ്പം എടുത്ത് വെച്ച് വായിക്കൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ചിൽഡ്രൻ.